താൻ എപ്പോഴും മഫ്തിയിലാണല്ലോ, എന്തേലും നടക്കൂ. സാർ, നമ്മൾ വളരെ അടുത്തെത്തി. താൻ അടുത്ത് തന്നെ ഒന്നു താൻ പറയടൂ. സാർ, നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടും ക്രിമിനലാണിവൻ. ഡ്രഗ്സ് അമിതമായി ഉപയോഗിക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് വയലൻ്റ് ആകാറുമുണ്ട്. ഓ, അപ്പോൾ അവനെ പിടിച്ചാലും മെൻ്റലി സ്റ്റേബിൾ ആയെന്നും പറഞ്ഞ് ഒരു സാധ്യത ഉണ്ടല്ലേ? അതെ സാർ. സാർ, ഞാനിപ്പോഴാണ് ഓർത്തത്, ഒരു അനോണിമസ് കോൾ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാകുമെന്ന്. ബ്ലാസ്റ്റോ? എന്നിട്ട്? ഞാനതപ്പോഴേ തള്ളിക്കളഞ്ഞു സാർ. തന്നെയൊക്കെ ആരോടോ പോലീസിലെടുത്തേ? പോയി അന്വേഷിക്കടൂ. സാർ, എടോ, നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരു അത്യാഹിതം ഉണ്ടാകാൻ പാടില്ല. എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ തടയണം. ഞാൻ അന്വേഷിക്കാം സാർ. ഹലോ, വൈകിട്ട് വരുമ്പോഴേ കുറച്ച് മത്തി കൂടെ വാങ്ങിച്ചോണ്ട് വരാമോ? വൈകിട്ട് വരുമ്പോൾ ഒരു കൊമ്പൻ സ്രാവിനെ തന്നെ ഞാൻ കൊണ്ടുവന്നേക്കാം. ഏത് നേരത്താണ് അവൻ്റെ അമ്മൂമ്മയുടെ ഒരു ഷോള്. ഓ ശേ, ഫാമിലി അരിക്കേസി നല്ല പ്ലാനാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ വളരത്തില്ല. വൈൻ കുടിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കായിൽ നിന്നാണ് വൈൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. ആ QR കോഡ് സ്കാൻ ചെയ്താൽ മതി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവും. അതിനിത് സിനിമയല്ലല്ലോ, സത്യം. ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഞാനിങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥ അന്വേഷിച്ച് നടക്കുക. താങ്ക്സ്, ഐ ലവ് യു പറയുന്നു, ബൂമ്പ് പൊട്ടുന്നു. എപ്പോ? ഇവള് ബാഗ് കൊണ്ട് കൊടുക്കാൻ തന്നെയല്ലേ പറഞ്ഞു? ഫിലിം ക്ലബിന്റെ പരിപാടി ലൈബ്രറിയിലാണ്. നിനക്ക് ഞാൻ അറിയാം. നീ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. മേ ബി നിന്റെ ഡെത്ത് പ്രിവെന്റ് ചെയ്യാനായിട്ടായിരിക്കും ഇപ്പം ഉണ്ടാകുന്നത്. ശരിയാ, ബോംബ് പൊട്ടിയ ഞാൻ ചാകുമല്ലോ. പക്ഷെ ഞാൻ അവനോട് ഐ ലവ് പറയാം. എങ്ങനെ ബോംബ് പൊട്ടുന്നേ? ഒന്നെങ്കിൽ നീ ഐ ലവ് യു പറയുമ്പോൾ ലൂപ്പ് സ്റ്റാർട്ടാവും, അല്ലെങ്കിൽ ബോംബ് പൊട്ടുമ്പോൾ ലൂപ്പ് സ്റ്റാർട്ടാവും. അതിപ്പോ എങ്ങനെ കണ്ടുപിടിക്കുന്നേ? ടെസ്റ്റ് ചെയ്ത് നോക്ക്. പിന്നെയും മരിച്ച് ജനിച്ചു വന്ന് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് വയ്യ. ആക്ച്വലി നീ മരിക്കുന്നില്ല, അതിന് മുമ്പേ ലൂപ്പ് സ്റ്റാർട്ടാകുമല്ലോ. അപ്പൊ എന്റെ മരണം ഞാൻ പ്രിവെന്റ് ചെയ്യണോ? നീ പാരഡോക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, എന്താ? ആക്ച്വലി നീ ഒരു കാര്യം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ലൂപ്പിൽ പെടുന്നത്, പക്ഷേ നീ ലൂപ്പിൽ പെടുന്നതുകൊണ്ടായിരിക്കും ഇത് പിന്നെ പിന്നെ നടക്കുന്നത്.